ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രുചികരമായ ഒരു വിഭവം കൊണ്ടാണ് വന്നത്. പുട്ടിനും ദോശയ്ക്കും അപ്പത്തിനും എന്തിനും കഴിക്കാൻ പറ്റുന്ന വറുത്തരച്ച ഒരു കിഴങ്ങ് ഉള്ളിയും കറിയും കൊണ്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അതിനു വേണ്ടി തേങ്ങ ചിരകിയത്, വലിയ ജീരകം, ഗ്രാമ്പു, ചെറിയുള്ളി, കറിവേപ്പില. ഒരു ചട്ടി അടുപ്പത്ത് ചൂടാക്കാൻ വെക്കുക. ചട്ടി ചൂടായി കഴിഞ്ഞ് അതിലേക്ക് എണ്ണ ഒഴിച്ച് തേങ്ങ, വലിയ ജീരകം, ഗ്രാമ്പു, ചെറിയുള്ളിയും കറിവേപ്പിലയും ഇട്ട് നന്നായി തേങ്ങേനെ വറുത്തെടുക്കണം. തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി എന്നിവ ഇട്ട് നന്നായി ഇളക്കുക. വറുത്ത് വെച്ച തേങ്ങ തണുക്കുമ്പോൾ അതിൽ ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുക്കണം. അരച്ച് വെച്ച പേസ്റ്റാണിത്. കിഴങ്ങ് കഷ്ണങ്ങളാക്കിയതും ഉള്ളി കിഴങ്ങിനെ പോലെ തന്നെ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കണം. പച്ചമുളക് അരിഞ്ഞു വെച്ചതും. തേങ്ങ വറുത്ത ചട്ടി തന്നെ അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് കടുകിടാം. കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കുക. ചിലർ കിഴങ്ങും ഉള്ളിയും കറി ഉണ്ടാക്കുമ്പോൾ കിഴങ്ങും വെള്ളത്തിലിട്ട് വേവിച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുക. നമ്മളിവിടെ എണ്ണയിലിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ എണ്ണയിലിട്ട് വഴറ്റിയെടുക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് അറിയിക്കാനും മറക്കല്ലേ. ഉള്ളി ഒന്ന് വഴണ്ടപ്പോൾ അതിലേക്ക് ഇനി അരിഞ്ഞു വെച്ച കിഴങ്ങും കൂടി ഇടാം. കിഴങ്ങൊന്ന് ഇളക്കിയതിന് ശേഷം മൂടി വയ്ക്കാം. കിഴങ്ങൊന്ന് വാടിക്കഴിഞ്ഞപ്പോൾ മൂടി തുറന്ന് അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായി ഇളക്കി മൂടി വയ്ക്കാം. കിഴങ്ങ് വെന്ത് കഴിയുമ്പോൾ അതിലേക്ക് നേരത്തെ അരച്ച് വെച്ച അരപ്പ് കുറച്ച് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കണം. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് നന്നായി ഇളക്കി മൂടി വയ്ക്കാം. തക്കാളി വെന്തതിന് ശേഷം ബാക്കിയുള്ള അരപ്പും കൂടിയിട്ട് നന്നായി ഇളക്കാം. അരപ്പ് ചേർത്ത് തിളച്ചതിന് ശേഷം സ്റ്റൗ ഓഫാക്കാം. അങ്ങനെ സ്വാദിഷ്ടമായ കിഴങ്ങ് ഉള്ളി വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുട്ടിനും അപ്പത്തിനും എല്ലാത്തിനും കൂട്ടാൻ പറ്റിയ അടിപൊളി കറിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കണേ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കല്ലേ. അടുത്ത കിടിലൻ റെസിപ്പിയായിട്ട് വീണ്ടും വരുന്നതാണ്. ടാറ്റാ, ബൈ ബൈ.